ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ റെസിഡൻസ് അസോസിയേഷൻ ചെട്ടികുളങ്ങര ഈസ്റ്റ് റെയ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അനുമോദന സമ്മേളന ഉദ്ഘാടനവും അവാർഡ് വിതരണവും എം.എസ്. അരുൺകുമാർ എം.എൽ.എ. നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ചെട്ടികുളങ്ങര ഈസ്റ്റ് റെയ്സിന്റെ ആഭിമുഖ്യത്തിൽ 2024-2025 വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. റെയ്സ് പ്രസിഡന്റ് ജേക്കബ് ഉമ്മന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും എം.എസ്. അരുൺകുമാർ എം.എൽ.എ. നിർവഹിച്ചു. അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സ്വന്തമായി തീരുമാനങ്ങളുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ജനത. നമ്മളിവിടെ സാക്ഷരത കൂടുതലാണ്. നമുക്കും ഇങ്ങനെയെല്ലാം മാറാൻ കഴിയുന്ന വലിയ സാഹചര്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. തീർച്ചയായും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഓടാൻ 4 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഒന്നാമതാകാൻ കഴിയും. പക്ഷേ ഈ 3 പേരില്ലെങ്കിൽ ഒന്നാമതായി വരില്ല. അതെ, അയാൾ മാത്രമായില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈണവും ഇമ്പവും ഒക്കെ ഉണ്ടാവുക. ഇങ്ങനെ ഈണവും ഇമ്പവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ പ്രവർത്തിക്കണം. അങ്ങനെ ഒന്നിച്ചൊരുപോലെ എനിക്കൊന്ന് 300 പേരുള്ള ഒരു സംഘടനയാണ്, റെസിഡൻസ് അസോസിയേഷനാണ് നമ്മുടെ ചെട്ടികുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ. തീർച്ചയായും ഇവിടെ നമ്മുടെ സന്തോഷം, സങ്കടങ്ങൾ, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല സന്തുഷ്ടകരമായ ഒരു നാടിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പം 300 പേര് നല്ല സന്തുഷ്ടരാണെങ്കിൽ ഇത് മാതൃകയുണ്ടെന്ന് പറയാൻ കഴിയും. അടുത്ത 300 പേരെ നമുക്ക് അടുത്ത റെസിഡൻസ് അസോസിയേഷൻ, മാതൃകാ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ വരുമ്പോഴാണ് നല്ലൊരു സന്തോഷകരമായ രാഷ്ട്രമാകാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ്. ശ്രീജിത്ത്, മഞ്ജു അനിൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. യോഗത്തിൽ സെക്രട്ടറി കെ. ശ്രീകുമാർ, ജി. ബിജു, ഡി. അനിൽ പ്രസാദ്, രാജൻ ഇടയിലേത്ത്, ജയപ്രകാശ്, ഹരികുമാർ, ജി.എസ്. പിള്ള, രാജപ്പൻ, രവികുമാർ, സോമരാജൻ, സുകുമാരൻ നായർ, ഗോപാലകൃഷ്ണൻ നായർ, എം.ആർ. കെ. നായർ, രവീന്ദ്രൻ പിള്ള, വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.